ബിഗ് ബോസ് മലയാളം സീസണിലെ ആദ്യ ദിനങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ താരങ്ങളാണ് ജാസ്മിനും സിജോയും. ഷോയിലെത്തിയ ആദ്യം ദിനം മുതൽ തന്നെ ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയായ താരമായ ജാസ്മിന് കുക്ക് വിത്ത് കോമഡി എന്ന ടെലിവിഷൻ പരിപാടിയിലും പങ്കെടുത്തിരുന്നു. ആലപ്പുഴ സ്വദേശിയായ സിജോ ജോണും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ആദ്യ വീക്കിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്കില് സിജോയും റോക്കിയും ചേർന്ന് പ്ലാന് ചെയ്ത് നടപ്പിലാക്കിയ തന്ത്രം പുറത്ത് കൊണ്ടുവന്നത് ജാസ്മിൻ ആയിരുന്നു. ഇതോടെ ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളും രൂക്ഷമായി. കഴിഞ്ഞ ദിവസം രതീഷിന്റെ പേരിലായിരുന്നു ഇരുവരുടെയും തർക്കം. രതീഷിനെ വിമർശിച്ച് സിജോ രംഗത്ത് വന്നതോടെ രതീഷിന് പിന്തുണയുമായി ജാസ്മിനും വരികയായിരുന്നു. ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷന് എന്ന് ഡേവാണ്. രാത്രി മുതൽ തന്നെ ഞാന് കണ്ടു. ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. നേരെ നിന്ന് കഴിഞ്ഞാല് രതീഷേട്ടന് പെടുക്കും. സിജോയ്ക്ക് നേരെ നിന്നാല് രതീഷേട്ടന് രാവിലെ ഞെട്ടി എഴുന്നേൽക്കും എന്നായിരുന്നു സിജോ പറഞ്ഞത്. ഇതോടെ രതീഷേട്ടനോടായി നിങ്ങളുടെ മൂത്രസഞ്ചി അയാളുടെ കയ്യിലാണോ എന്ന് ജാസ്മിന് ചോദിച്ചു. അങ്ങനെ പറയാന് നീ ആരുടെയെങ്കിലും മൂത്രസഞ്ചി കൊണ്ടു നടന്നിരുന്നോ എന്ന് സിജോയും ചോദിച്ചു. ഇതോടെ ജാസ്മിന് തന്റെ വാക്കുകള് കൂടുതൽ ശക്തമാക്കി. നേരെ നിന്ന് കഴിഞ്ഞാല് പെടുക്കും എന്ന് പറയാന് ഹു ആർ യു മാന് എന്നും ജാസ്മിന് ചോദിച്ചു. പെടുക്കുന്നതൊക്കെ മൂത്രസഞ്ചി കൊടുത്തിട്ടാണോ എന്ന് സിജോയും തിരിച്ചടിച്ചു. ഈ രംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങള് സോഷ്യൽ മീഡിയയിലും ശക്തമാണ്. ജാസ്മിന് സിജോയുടെ വായടപ്പിച്ചെന്ന് ജാസ്മിന് ആരാധകർ പറയുമ്പോൾ അതല്ല സിജോയാണ് നിറഞ്ഞു നിന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പറയാനുള്ളത്. സിജോയെ നോമിനേറ്റ് ചെയ്തവർക്കെല്ലാം സിജോയെ കുറിച്ച് പറയാനുള്ളത്. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് സിജോ. നല്ല ഗെയിം പ്ലാനോടുകൂടിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത്. ജാസ്മിൻ വന്നു കയറിയപ്പോഴേ സിജോയെ പേടിച്ചു തുടങ്ങി. ആരെങ്കിലും ജാസ്മിന്റെ ആ ഒരു വെപ്രാളം ശ്രദ്ധിച്ചിരുന്നോ? ജാസ്മിൻ വന്നപ്പോഴേ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. സിജോയ്ക്ക് അത് നല്ലതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അത് ഇന്നലെ 1-2 സ്ഥലത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. സിജോയെ ടാർഗറ്റ് ചെയ്യാൻ ജാസ്മിൻ 2-3 പേരുടെ കൂട്ടുകെട്ട് പിടിച്ചിട്ടുണ്ടെന്നും ഒരു ആരാധകന് ഫേസ്ബുക്കിലെ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളില് കുറിക്കുന്നു. അതെല്ലാം സിജോയ്ക്ക് ഗുണമായി വരുത്തേ ഉള്ളൂ എന്ന് അറിയാതെയാണ് ജാസ്മിൻ അകത്തേക്ക് കയറിയത്. ഇനിയുള്ള ഓരോ ദിവസവും ജാസ്മിനും ടീമും സിജോയ്ക്ക് കൊടുക്കുന്നത് ഫ്രീ പ്രമോഷനാണ്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഒരു ദിവസം കൊണ്ട് ഗെയിമിന്റെ ഫ്ലോ മനസ്സിലാക്കി കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സിജോ. സിജോ വിചാരിച്ചതുപോലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ നോമിനേഷനിൽ വരികയും ചെയ്തു. ഇതാണ് മാസ്റ്റർ പ്ലാൻ. സിജോ ഗെയിം അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് സിജോ. നിങ്ങൾ പോകുന്ന റൂട്ട് ആണ് കറക്റ്റ് എന്നും ആരാധകന് കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.